ഉണ്ണിസുമോണ്ടന് ഓടി വാ, ഒരു കാര്യമുണ്ട്. സർപ്രൈസ് സർപ്രൈസ്. കളർ ഏതായിരിക്കും? അണ്ണ ഒന്ന് ഗസ് ചെയ്ത് ഏത് കളറായിരിക്കും? അപ്പൊ ഇന്നത്തെ ദിവസമാണ് സ്കൂളിലത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ മേടിക്കാൻ പോവാണ്. നമ്മൾ ഇടുന്ന ഷോർട്ട് വീഡിയോയിൽ എല്ലാരും കുഞ്ഞു മണീസ് ഒക്കെ കമന്റ് ഇടാറുണ്ട്, ഇത്ത ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇടോ, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇടോ. അപ്പൊ ഞാൻ വെച്ച് സമയമുണ്ടല്ലോ നമുക്ക്. പിന്നെ അതുമല്ല, നമുക്ക് ഇവർക്ക് ലഞ്ച് ബോക്സും ബോട്ടിലൊക്കെ ഓർഡർ ചെയ്തേക്കുവാണ്. അപ്പൊ അതൊക്കെ വരാനുണ്ട്. നമുക്ക് ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പൊ എല്ലാം കൂടെ വന്നിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. പിന്നെ ഇപ്പം മഴയും കാര്യങ്ങളും ഒക്കെ അല്ലേ, അപ്പൊ വിചാരിച്ചെങ്കിൽ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇറങ്ങാൻ മുത്തുമണീസ്. വലിയ മഴ വരുന്നു, അതിന് മുമ്പ് നമുക്ക് ടൗണിൽ മേടിക്കാം. അല്ല പൊന്നൂസിനെ കഴിഞ്ഞിട്ട് നമ്മള് പിങ്ക് കളർ ബാഗാ വാങ്ങിച്ചത് കേട്ടോ. ബ്ലൂ ആണോ പൊന്നു? പിങ്ക് പിങ്ക് പൊന്നൂസിന് പിങ്ക്, മോനോട്ടന് ബ്ലൂ. പൊന്നു നിന്റെ പിങ്കും ബ്ലൂവും വരുന്നുണ്ട്. ലൈറ്റ് കളേഴ്സ് എടുത്താൽ എല്ലാ ആഴ്ചയും കഴുകി ഉപ്പാട് വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ബാഗ് എടുക്കുന്നില്ല, ഡാർക്ക് കളറേ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കടയിലെത്തി, ചെയ്യാനുള്ള കടയിൽ നമ്മൾ അപ്പൊ നമുക്ക് നേരെ പോയി ആദ്യമേ ഫസ്റ്റ് തന്നെ ബാഗ് എടുക്കാം. അതാ റോളിംഗ് ബാഗ്. കഴിഞ്ഞ വട്ടത്തെ ബാഗ്, അതേ ബാഗ്. എവിടെ പോന്ന്? അല്ല അത്ത ആ ബാഗ് തന്നെ അതൊന്ന് കൺഫേം ചെയ്യാൻ മതി. വേണ്ട, കഴിഞ്ഞ വട്ടത്തെ മോനിട്ട കറക്റ്റ് ബാഗ്. അത് വേണ്ട, കഴിഞ്ഞ വട്ടത്തെ ബാഗ് വേണ്ട നമുക്ക്. ഡാർക്ക് കളർ മതിയാണ് കേട്ടോ, കാരണം അഴുക്കാവും എപ്പോഴും. പിന്നെ ഇത് കൊള്ളടാ അണ്ണേ, അത് നോക്ക് നോക്ക് നോക്ക്, ഇതൊരു ലുക്ക് ഉണ്ട് കേട്ടോ. മോണ്ടേ ഇത് ഇഷ്ടപ്പെട്ടോ? കളറ് നല്ല ബ്രൈറ്റ് കളർ അല്ലേ? എന്തുവാ ഇഷ്ടപ്പെട്ടോ? അത് കൊള്ളാട്ടോ. കൊള്ളാം, സിമ്പിള് രസവും ഉണ്ട്. മോനോട്ട പൊന്നു ഇത് ഇഷ്ടപ്പെട്ടോ? പൊന്നു ഞാൻ അത്തടെ ഇരിക്കുന്ന ബാഗ് ഇതാ കുഴപ്പം. അത്ത അന്നേരം പറഞ്ഞു ഈ സ്പൈഡർമാൻ ഒന്നും എടുക്കണ്ട മോനുകുട്ടാ. എന്താടാ ഇഷ്ടപ്പെട്ടോ? ഓ ഇത് ഉടുപ്പെടുക്കാൻ പൊന്നു ആ കളർ എടുത്തറിയാം, പക്ഷെ അത് കൊള്ളാം കേട്ടോ, അത് കൊള്ളാം. നോക്കട്ടെ പൊന്നു അത്. പക്ഷെ കൊള്ളാം പൊന്നു, ബഡ് കളർ അറിയും, അഴുക്കറിയും, പെട്ടെന്ന് അഴുക്കാവും. ഞാൻ കഴിവിയാലും വെളുക്കത്തില്ല. നോണ്ടേ മോനോട്ട് അത് കണ്ടാ? ഇത് ചെറുതായിരിക്കത്തില്ല എണ്ണേ? ആണോ? അതെ, ഇഷ്ടമുള്ളൊരു സാധനം മാത്രം തുറന്നു നോക്കാം നമുക്ക്. ഇതോ? അതുകൊണ്ട് ഇതാണ്ട മോനെ, ഇത് കൊള്ളല്ലോ, കുഴപ്പമില്ല. അത്ത സെലക്ട് ചെയ്തിട്ട്, അത്ത സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നാ അത് അവൾ എടുത്തോട്ടെ. പൊന്നൂസ് ഫിക്സ് ചെയ്ത് കേട്ടോ. ഈ ബാഗ് നമ്മുടെ പൊന്നു എടുത്തു. കൊള്ളാം, സിമ്പിൾ ബാഗ്, വലിയ കുഴപ്പമില്ല. ഇത് വലിയ തുണി, വലിയ രസമില്ലടി, കുറച്ച് നാളെയും പന്നലാവും മോനൂട്ടാ. ദാണ്ട് ഈ ബാഗ് ഇടും മോനുകൂട്ടാ, നല്ല ബാഗ്. ഈ ബാഗ് കൊള്ളാം, നല്ല എടുപ്പും ഉണ്ട് മോനൂട്ടാ. അതെ, രസമുണ്ട് മോനുകൂട്ടാ. കളറ് നല്ല ബ്രൈറ്റ് കളർ. പിന്നെ അത് ഈ ഫുട്ബോൾ ഉണ്ടല്ലോ, മോനോട് ഇഷ്ടപ്പെട്ടെ? അവനെ തുറന്ന് കാണിക്കണേ. ഹായ്, അടിപൊളി കളർ. ആണ്ട് അകത്ത നല്ല രസം. അവനെന്താ മതി, ഫിക്സ്. ഇത് മതിയോ? കഴിഞ്ഞ വട്ടത്തെ ബ്ലൂ വേറെ ബ്ലൂവാ, ഇത് ലൈറ്റ് വേറെ ബ്ലൂ. അണ്ണ ഒത്തിരി നോക്കണ്ട, ഇഷ്ടപ്പെട്ടത് മിക്സ് ചെയ്തോ? അതെ, അത് മതി പറഞ്ഞിട്ട്. പിന്നെ എത്ര വേണം? ബുക്ക് വെക്കണം, പുസ്തകം വെക്കണം. അത് ലൈറ്റ് കളർ വേണ്ട പൊന്നു. മോനെ ഇത് വെയിറ്റ് താങ്ങത്തില്ലെന്ന്. എങ്കിൽ വേണ്ട കേട്ടോ. വേണ്ട. എത്ര പുസ്തകമുണ്ട് ഈ വർഷം?
8. അപ്പൊ അത്രയും താങ്ങണ്ടേ? അപ്പൊ അത് മതി കേട്ടോ. ഇനി നമ്മൾ അടുത്ത എന്തും എടുക്കാനുള്ളേ? ബാഗ് ടെക്സ്റ്റ് ചെയ്ത്. പൊന്നു, നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ കുറെ നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ട് വേണ്ട, ഇനി ബാഗ് നോക്കണ്ട. ബോക്സ് നോക്കട്ടെ. അയ്യോ, ഈ കളറൊന്നും വേണ്ടെന്നേ. ബാഗിന് ചേരുന്ന കളർ വേണം എനിക്ക്. എന്തൊക്കെയാ? ലഞ്ച് ബാഗ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ്, വെള്ളവും. ഇത്രയും കൊള്ളുന്നൊരു ബാഗ് വേണേ. അത് കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. അണ്ണ ആദ്യം എടുത്ത സ്നാക്സ് ബോക്സ് പോലെ ഒരെണ്ണം കൂടെ. ഇത് നമ്മൾ മേളിൽ നിന്ന് ഇങ്ങനെ തുറക്കുന്നതൊക്കെ കഴിഞ്ഞ വട്ടവേ എടുത്ത കേട്ടോ ഫ്രണ്ട്സ്. അതുപോലെ ഇങ്ങനത്തെ കളർ എടുക്കുന്നതാണ് നല്ലത്. നമുക്ക് ലഞ്ച് ബാഗും 2-3 ദിവസം കൂടുമ്പോൾ കഴുകേണ്ടതാ എപ്പോഴും. കാരണം ഇതിൽ വെള്ളമോ കറിയോ ഒക്കെ കമത്തും. എടുത്തപ്പോ മൊത്തം കുറെ നേരം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു അല്ല, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കീറിപ്പോയി. അത് ഞാൻ ഉപയോഗിക്കുന്ന ബാഗ് പോലെ. അണ്ണ ഇതുപോലത്തെ വേറൊരെണ്ണം കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം അതിനകത്ത്. അത് മതി. കുപ്പി വെച്ച് നോക്കിയതാടാ. അപ്പൊ താണ്ടേ ലഞ്ച് ബാഗ് സെറ്റ്. ലഞ്ച് ബാഗ്, സ്നാക്സ്. അത് വേണ്ട, അതുകൊണ്ട് ഈ വർഷം മാറ്റി പിടിക്കാം. അത് മതി അണ്ണേ. അതും സ്നാക്സ് ബോക്സ് അല്ലേ ഇതും? ഇതിനെത്ര? ഇതോ? നല്ലത് നോക്കിയിട്. ഓ, ഇത്രയും വലുത് വേണ്ടണ്ണേ. ഓ, അത് കൊള്ളാം കേട്ടോ. ഇതെടുക്കാം നോക്കട്ടെ. പൗച്ച്, ഇത് കൊള്ളാവണ്ണേ. പൗച്ച് കൊള്ളാലോ, രസമുണ്ട്. പക്ഷെ ഞങ്ങൾ തുറന്ന് നോക്കി ഓക്കെയാലും എടുക്കും. അവക്ക് 2-3 പെൻസിലും ഇത് ഇടാനല്ലേ. ഏതാ? അതും പൊന്നൂന്റെ കൂട്ടത്തെ തന്നെ. ഇതിനെത്ര? 100 ഇതിന് 100 ആ, എന്നാ അതെടുക്ക്. നട്ട്സ് ഒക്കെ ഇടാല്ലോ. എന്നാ അതെടുക്കാം. അവക്ക് പിങ്ക്. ഇത് രണ്ടും കൂടെ എടുത്തോ. ശരിയാ. കഴിഞ്ഞ വർഷത്തെ ബോക്സ് ഉണ്ടോ? അപ്പൊ ബോക്സ് വേണ്ട, പൗച്ച് മതിയോ? എന്നാ കീറാത്ത എടുപ്പോ. എന്നാ മോനുടെ ബോക്സ് പോലത്തെ തന്നെ എടുക്ക്. പൗച്ച് തന്നെ മതിയോ? ശരി. ഇതിൽ പേനയും എറൈസറും കാര്യമൊക്കെ ഇടാവുന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ ബോക്സ് ഉണ്ടെന്ന്, അതുകൊണ്ട് പൗച്ച് മതിയെന്ന്. എന്തെങ്കിലും ചെയ്യട്ടെ. അതുകൊണ്ടെണ്ണം കാണിച്ചു തരും. അങ്ങനത്തെ മതിയായിരിക്കുമല്ലോ. മറ്റേ നീളം കൂടെ വേണ്ടല്ലോ. ഇത് പോരെ എണ്ണേ? ഇത് മതി. ഇത് കൊള്ളാട്ടോ. നോക്കട്ടെ, ഇങ്ങോട്ട് മാറി നോക്ക്. നോക്കട്ടെ. കൊള്ളാം കൊള്ളാം. ഇത് കൊള്ളാം. അതിനിപ്പം പുതിയതായിട്ട് നമ്മൾ സ്റ്റിക്കർ അടിപ്പിക്കേണ്ടി വരും. ഏത് വേണം? ഇത് 2 മതിയോ? ഏതാ മോനൂട്ട ഇപ്പോഴേ ഉറപ്പീര്? ഇത് പൊന്നു. ഇത് വീട്ടിൽ പോയി വഴക്കുണ്ടാക്കല്ലേ. ഓക്കെ. പൊന്നൂന്റെ ബാഗിന്റെ കളർ ഏതായിരുന്നു? അല്ലല്ല, ഒരു പച്ച കളർ. ഇത് കൊള്ളാൻ തോന്നുന്നു. ഇത് കൊള്ളാട്ടോ. നോക്കട്ടെ. ഇത് കൊള്ളാം. കുഴപ്പമില്ല. അത് തന്നെ മോനുകുട്ടനും എടുത്തത്. അത് തന്നെ ഇനി മോനുകുട്ടൻ എടുത്തേ. മതി. ഇത് 2 മതി. ഇത് 2 മതി. മതി.
കൊടുത്തരാം അണ്ണൻ ബില്ലിട്ടിട്ട് തന്നു തരും. അപ്പൊ നമുക്ക് ലഞ്ച് ബോക്സ് കൊടുത്തു വിടുന്നതിനകത്തുള്ള സ്നാക്സ് ബോക്സിന്റെ കഥയാണ് മോനോട്ടം പറയുന്നത്. അപ്പൊ എന്നാണ്ടെല്ലാം കിട്ടി, ബുക്ക് പൊതിയാനുള്ള പേപ്പറുണ്ട്, നെയിൽ സ്ലിപ്പും ഫ്രീ കിട്ടി. പക്ഷേ ഞങ്ങൾക്ക് വെറൈറ്റി ലഞ്ച് ബോക്സ് ഞങ്ങളുടെ ഫോട്ടോ ഉള്ള എടുക്കാൻ പറ്റി. അതിന് വെള്ളിയാഴ്ച നമുക്ക് കിട്ടും കേട്ടോ. അണ്ണ ഇന്ന് വെള്ളിയാഴ്ച ഇല്ലയോ പറഞ്ഞ പോലെ? ആണല്ലോ അണ്ണൻ പള്ളി പോയി. അല്ല, ഇന്ന് നമുക്ക് കൊറിയർ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുവരെയും വന്നില്ല, കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചില്ല. നാളെ ചിലപ്പോൾ കിട്ടുമായിരിക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം അതുകൂടെ കിട്ടിയിട്ട് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇനി നമ്മളെവിടെ പോന്നേ? ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല. ടെക്സ്റ്റും ബുക്കും ഒക്കെ കിട്ടിയത് നമ്മൾ സ്കൂളിൽ പോയി നേരത്തെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് പൊതിയുന്നതൊക്കെ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അപ്പം കാണിക്കാം ടെക്സ്റ്റും ബുക്കും ഒക്കെ. ഇവർക്ക് പൊതിഞ്ഞോളാൻ വയ്യ. അണ്ണ എടുത്തോണ്ട് പോവാ. വണ്ടി ഇട്ടേക്കുന്നിടത്തേ ചെളി കേട്ടോ. ഇന്ന് രാത്രി ഇരുന്ന് പൊതിയാ. കുറേ ദിവസം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ബുക്ക് പൊതിയണം എന്നുള്ള ബഹളമായിരുന്നു. വാങ്ങിച്ചു കഴിഞ്ഞു, മേടിച്ചു. നെയിൽ സ്ലിപ്പ് ഒട്ടിക്കാനായിട്ടുള്ള ബുക്കും പുസ്തകവും വേണ്ടേ നമുക്ക്? സ്കൂളിൽ നിന്ന് നെയിൽ സ്ലിപ്പ് കിട്ടി. ഇപ്പം ബൂട്ട്സ് ആൻഡ് ബൂട്ട്സിൽ നിന്ന് കിട്ടി. പിന്നെ ചിലപ്പം ലഞ്ച് ബോക്സും ബാഗും ഒക്കെ കിട്ടുമ്പോ അതിൽ നിന്ന് നെയിൽ സ്ലിപ്പ് കിട്ടും. ബാക്കി സൂക്ഷിച്ചു വെച്ചേരെ കളിക്കാം. ഓഹോ മരുന്ന്. അതെ, ഇനി പുസ്തകം പൊതിയണം എന്നുള്ള ബഹളമാണ്. അപ്പൊ നമ്മളിപ്പോ അതെ പെട്ടെന്ന് കാര്യം കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി നമ്മള് ചായ കുടിച്ചിട്ട് വീട്ടിൽ പോവാം. അത് കഴിഞ്ഞ് ഞാൻ ടെക്സ്റ്റ് ഒക്കെ കാണിക്കാം, മുത്തോണീസ്. പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സും ഇതും ഒക്കെ കാണിച്ചു തരാം. ഉണ്ട്, എനിക്ക് അവിടെ ഉണ്ടടി വീട്ടിൽ. തിരക്കി പിടിക്കാം. സ്റ്റാപ്ലെയർ പിന്ന് തീർന്നു കേട്ടോ. പിന്ന് മേടിക്കണം. വിശപ്പുള്ള മോനുകുട്ടൻ എപ്പോഴും അവൻ എന്തെങ്കിലുമൊക്കെ ഇച്ചിച്ചേ വേണം. പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ചാൽ ഇത് ഏത്തക്കൊക്കെ വാങ്ങാൻ വന്നേ ഫ്രണ്ട്സ്. വേണോ ഇപ്പം? നമ്മള് ഇത് കഴിക്കാൻ പോവല്ലയോ ഇപ്പൊ? എന്തിനാ? ഞാൻ പച്ചമുന്തിരിങ്ങ, ഏത്തക്ക. പുളിയുണ്ടോ? ഭയങ്കര പുളിയോ? മലയാളികളല്ല, അതൊന്നും പ്രശ്നമാണ്. അതേ കഴിവായിട്ട് തിന്നു കൂട്ടുന്നു. അയ്യാ, ഉള്ളതില്ലേ? കുഴക്കട്ട മതിയോ? ഇതെന്തുവാ അച്ഛാ? ഇവക്ക് ഒരു എന്തുവാ കുഴക്കട്ട, ഒരു ഇലയപ്പം. ഞങ്ങൾക്ക് 2 ഉള്ളിവട. ഒരെണ്ണം മതി, 1 മതി. 2 വേണോ? ബാ. നല്ല ചൂടാമോനൂട്ടാ, കഴിക്കും. കൊള്ളാവണ്ണേ. ഇപ്പം എല്ലായിടത്തും അവലും ശർക്കര, ഇത് തേങ്ങ. ഉള്ളിവട. ഇതെന്തുവാ? തേങ്ങയാണോ? കഴിച്ചോ. അവന് ചൂടെടുക്കുന്ന ഒന്ന് പിച്ചു കൊടുന്നേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈവനിങ് അത്താക്കിയാ വാങ്ങിച്ചത്. മോനൂട്ടന് ഒരു ഇലയപ്പോടെ വേണമെന്ന് അവൻ തന്നെ ഓർഡർ കൊടുക്കുന്നടി. ഇവൻ തന്നെ ഓർഡർ കൊടുക്കുന്ന. ശീലമാക്കല്ലേ. എടുത്തോ. കൊള്ളാം. ബാക്ക് മേളിൽ വെക്കുക. അപ്പം ലൈറ്റ് ഇടട്ടെ. ലൈറ്റ് ഇടട്ടെ എന്നുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്യാൻ. അപ്പൊ അതെ. ഓ ലൈറ്റ് അതൊക്കെ ഓക്കെയാണ്. നീ വേണ്ട, അത്ത പൊതിയുന്ന സമയത്ത് എടുക്കാം കേട്ടോ. സ്റ്റാപ്ലെയർ വാങ്ങിച്ചിട്ടില്ല ഫ്രണ്ട്സ്. അപ്പം അതിൽ ഇനി കിട്ടാനുള്ള ഒരു പുസ്തകം ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. അത് ഓക്കെ. ഇതാണ് നമ്മുടെ പൊന്നൂസിന്റെ ടെക്സ്റ്റും നോട്ട്ബുക്കും. ഇനി മോനുകുട്ടന്റെ ടെക്സ്റ്റും
നോട്ട്ബുക്കും. ഇതാണ്. ഇനി ഇത് പൊതിയണം. പൊതിയുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ് എന്തൊക്കെ വിഷയമാണ്. ഇതെല്ലാം പഴയതാണ്, ഇതൊക്കെ മാറ്റണം. അപ്പോൾ അതത്രേ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലഞ്ച് ബോക്സും സാധനങ്ങളും വന്നിട്ട് കാണിക്കാം. ഇത് മതി. ഇനിയിപ്പം നമുക്ക് സ്റ്റാപ്ലെയർ ഉണ്ട്, സ്റ്റാപ്ലെയറിന്റെ പിന്ന് മേടിക്കാൻ മറന്നു കേട്ടോ. അതുകൂടെ മേടിച്ചിട്ട് ഇത് പൊതിയാം. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും തൽക്കാലം പൊന്നൂസ് മോണ്ടൻ ഡ്രസ്സ് ഒന്ന് മാറ്റിയേ, വീട്ടിൽ ഇടുന്ന എടുത്തിട്ടേ. നല്ല വെയിറ്റ് ഉണ്ടോ? ബുക്ക് പൊതിഞ്ഞേ പറ്റൂ എന്നുള്ള നിർബന്ധമല്ലേ? അപ്പൊ പിന്നെ ഇതൊക്കെ നമ്മള് അനുഭവിക്കണം. ആ സ്റ്റാപ്ലെയർ, മറ്റേ സ്റ്റാപ്ലെയറിന്റെ പിന്ന്, ആ സാധനങ്ങളെല്ലാം എടുത്ത് ഇവിടെ വെക്കൂ. ഒരാളുടെ ടെക്സ്റ്റ് ബുക്കും ഇതുകൂടെ അത്താഴോട്ട് പോയി. അപ്പൊ അത് പൊതിഞ്ഞ് തീർത്തതിന് ശേഷം അടുത്താടെ എടുത്താൽ അത് മോനുക്കുട്ടൻ്റെ കത്രികതാ മുന്നേ. ഞാൻ ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ വെട്ടി സഹായിക്കാം. സാരമില്ല, ഒരാളുടെ തീർത്തതിന് ശേഷം അടുത്ത ആളുടെ എടുത്താൽ മതി. ഓ ആയിക്കോട്ടെ. മാറി മോനുക്കുട്ടാ. ഞാൻ സീരിയൽ കാണോ? അണ്ണം പറയാ സീരിയൽ കാണിക്കണ്ടെന്ന്. സീരിയൽ കണ്ടോട്ട് പൊതിയുന്ന കാണിക്കണ്ടത്. ശരി, ആൾക്കാരെന്ത് വിചാരിക്കും? ദേ ഒരാള് സീരിയൽ കാണുന്നത്. അതെ. അതാരുടെയാ അത് ടെക്സ്റ്റ്? സ്കൂളിൽ നിന്ന് തന്ന നെയ് സ്ലിപ്പ് തന്നെ ഒട്ടിക്കണേ. സ്കൂളിൽ നിന്ന് നെയ് സ്ലിപ്പ് തന്നെ നോക്കട്ടെ, ഇങ്ങോട്ട് എടുത്ത് വെച്ചേ. വേണ്ടേ? വൈ ശരി നോക്കട്ടെ. പേരുണ്ടാ? നോണ്ട സ്കൂളിലെ പേരുള്ളതാണല്ലോ. അപ്പൊ അത് ഒട്ടിക്കുന്നതല്ലേ നല്ലത്. ശരി, നിനക്ക് 1-2 ഒട്ടിച്ചേരാൻ നെയിൽ സ്ലിപ്പ് പോരെ? ഓ, ഇത് ഇന്ന് നമ്മള് ബൂട്ട്സ് ആൻഡ് ബൂട്ട്സിന്ന് ബാഗ് മേടിച്ചപ്പോൾ കിട്ടിയ നെയിൽ സ്ലിപ്പ് ആണ് കേട്ടോ. കുറേ ഉണ്ട്. ഞാൻ അന്നേരം പറയുകയും ചെയ്തു ഇത് അധികമാണ്, സ്കൂളിൽ നിന്ന് തന്നേ. അപ്പം ഈ മോനൂട്ടം കുറിച്ച് തികയത്തില്ല. അപ്പൊ അവര് പറയാ തികഞ്ഞില്ലെങ്കിൽ നീ ഇതിലേ പോകുമ്പോ ഒന്നുകൂടെ കയറിയത് കുറച്ചുകൂടെ തരാം. ഒട്ടിച്ചു. എനിക്ക് നിങ്ങൾ ഇനി അവിടെ സമാധാനമായിട്ടിരിക്കും. അത്ത പൊതിഞ്ഞ് നിങ്ങൾക്ക് തരും. കമ്പ്യൂട്ടർ പുസ്തകമാണ്. പൊതിഞ്ഞ് തരും. പെതുക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചാൽ മതി. വെപ്രാളം കാണിക്കരുത്. ഇനി അത് ലാസ്റ്റ് പൊതിഞ്ഞ് തീർന്നിട്ട് മതി. ടെക്സ്റ്റും ബുക്കും ഒക്കെ പൊതിഞ്ഞ് അതങ്ങ് മാറ്റുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ടെൻഷൻ തന്നുകൊണ്ടിരിക്കും. പൊന്നൂസ് മോണ്ടനും ബുക്ക് പൊതിഞ്ഞില്ല, നെയ് സ്ലിപ്പ് ഒട്ടിച്ചില്ല, ഇങ്ങനെ. അപ്പം പിന്നെ നമുക്ക് നമ്മുടെ സമാധാനമാണല്ലോ വലുത്. അങ്ങനെ ദേ ഓരോന്നും പൊതിയാൻ തുടങ്ങി. ഞാൻ പൊതിഞ്ഞാൽ ശരിയാവില്ല, അമ്മ കട്ട് ചെയ്തത് ശരിയായില്ല, അമ്മ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല. അവർക്ക് അണ്ണൻ തന്നെ പൊതിഞ്ഞു കൊടുക്കണം കേട്ടോ. അണ്ണൻ പൊതിയത്തേ ഉള്ളൂ. നെയ് സ്ലിപ്പ് എവിടെ ഒട്ടിക്കണമെന്ന് മോനുക്കുട്ടൻ തന്നെ പറഞ്ഞു കൊടുക്കണം. അവൻ അതിനോടാണ്. ഞാൻ പോപ്കോൺ മേടിച്ച് വെക്കോട്ടെ. കാരണം ഈ രാത്രി സമയങ്ങളിൽ അണ്ണൻ ഹോട്ട്സ്റ്റാറിലും ഈ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഫിലിം ഇടും കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് വെക്കേഷൻ അല്ലേ, അങ്ങനെ സിനിമയൊക്കെ കണ്ട് പോപ്കോൺ ഇങ്ങനെ തിയേറ്ററിൽ ഇരിക്കുന്ന പോലെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പോപ്കോൺ മേടിച്ച് വെക്കും. അപ്പം ഞാൻ കുറച്ച് പോപ്കോൺ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് അടി കുറച്ച് കരിഞ്ഞു പോയി. കുഴപ്പമില്ല, മേളിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതുമല്ല, അണ്ണന് ബോറടിക്കില്ലേ, അണ്ണൻ ഒറ്റയ്ക്കല്ലേ ജോലി ചെയ്യുന്നത്, ഞാൻ വെറുതെ ഇരിക്കുമല്ലേ. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് പെപ്സി ഇരിപ്പുണ്ടായിരുന്നു, അതും എടുത്തു. ഒരുപാടില്ലായിരുന്നു, ഗ്ലാസ് നിറച്ച് കുടിക്കാനായിട്ടില്ലായിരുന്നു. ഉള്ളത് സമാസമ ഒഴി. സിനിമ ഏതിടുമെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പഴയ നമ്മുടെ സിനിമ ഉണ്ടല്ലോ തല്ലുമാല, അത് കിടക്കുന്നു. അപ്പോൾ മോനുകുട്ടൻ അത് മതി, ടോവിനോടെ പടം. അങ്ങനെ തല്ലുമാല ഇട്ടു. പിന്നെ സെക്കൻഡ് റൗണ്ട് ഫ്രിഡ്ജിൽ കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ഉപ്പും മുളക് പൊടിയും ചേർത്ത് കട്ട് ചെയ്തെടുത്തോണ്ട് വന്നു. പിന്നെ അതും കഴിച്ചുകൊണ്ട് ബുക്ക് പൊടിയായി. എത്ര ദിവസമായി വന്നു? അപ്പം എത്ര എണ്ണേ? ഒരാഴ്ച. അപ്പൊ ഒരാഴ്ചക്ക് ശേഷം നമ്മളിത് യൂണിഫോം മേടിക്കാൻ വന്നു. കറക്റ്റ്. പൊന്നൂസിന് ഇത് കറക്റ്റ് ആണോ? വലുത് വേണോ? ഇച്ചി കൂടെ ഒരു ഇത് എത്ര? 32 അപ്പം നമ്മളിതാണ്ട് ട്രെൻഡ്സിൽ വന്ന് മുത്തുമണി പൊന്നൂസിന് മോൻ്റെ ഓരോ സിമ്പിൾ ഡ്രസ്സ് എടുക്കാം. വൈകുന്നേരം വരെയും കാണും. ചോറും കൊണ്ടുപോകണം. ചോറല്ല, നിനക്ക് ദോശ തരാം. ദോശ പോരെ? ദോശയും ചമ്മന്തി. എൻ്റെ മക്കൾ ഇങ്ങനെ കുറഞ്ഞ സാധനം ചോദിക്കുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. മുത്തോടി ഞാൻ ആ ഫ്രൂക്ക് ഉള്ളതാണ് വൈറ്റ്.
ഉള്ളതില്ലേ? പാൻറ് ഉടുക്കുവോ? അതുകൊണ്ട് അത് കൊള്ളാം. എന്നാണ് ഈ നീല അല്ലെങ്കിൽ ജീൻസ്. ഇത് കൊള്ളാം, ഇത് കൊള്ളാം, ഇത് കൊള്ളാം. പൊന്നു ഇതിൽ രണ്ടിൽ ഏതെങ്കിലും എടുത്തോ. ഇച്ചിരി കൂടെ ഒരു ലുക്ക് അതാണ് കേട്ടോ. രണ്ടും കൊള്ളാം. ഓ നോക്കട്ടെ, കണ്ണാടി നോക്കാൻ പോയതാണോ? ഇതിലേ കൊള്ളാതെ നോക്കട്ടെ, അമ്മ ഒന്ന് നോക്കട്ടെ. അടിപൊളി അടിപൊളി. ഇട്ട ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നോ പൊന്നൂസിന് അത്ര ചേരുന്നില്ല 10 മണീസ്. അപ്പൊ താണ്ടെ ഇത് മാറ്റി ഇനി വേറെ ഒരെണ്ണം കൂടി ഇട്ടോണ്ട് വരാമേ. നിങ്ങൾ കമന്റ് ചെയ്യണേ ഏതാ നല്ലതെന്നേ. നോക്കട്ടെ മോനൂട്ടെ, കുറച്ചുകൂടെ ഒരു ലുക്ക് മറ്റേതാന്ന് തോന്നുന്നു. ഒരു സ്റ്റൈലിലൊക്കെ നിക്ക, കുഴപ്പമില്ല, ചേരുന്നുണ്ട്. കൊള്ളാം കൊള്ളാം. ആ പാൻറിന് എത്ര? ആ ജീൻസ് പാൻറ് ഇട്ടാ മതി മോനോട്ടെ. വില നോക്കട്ടെ, 1499. അതിനും അതൊക്കെ തന്നെ 1400 സംതിങ് രൂപയാ. ഇപ്പൊ പറയാ ഈ ബാഗ് കൊള്ളാം. എന്നിട്ട് പൊന്നൂസ് പറയുവാ നമ്മള് മേടിച്ച ബാഗ് അവൾ അങ്ങനെയൊക്കെ പറയും. അതാ നമുക്ക് ഓരോന്ന് കാണുമ്പോ ഓരോന്ന് തോന്നും പൊന്നു, അത് അങ്ങനെയാണ്. അപ്പം നമ്മുടെ പൊന്നൂസിന്റെ മോനോട്ടെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണ് ഞാൻ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇത്രയും ദിവസം ഡിലേ ചെയ്തത് കേട്ടോ. ഇത് വരാൻ കുറച്ച് താമസിച്ചു. നമ്മൾ ഷോട്ട് ഇട്ടാലും എല്ലാവരും ചോദിക്കും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇടും. കാരണം ഇതുകൂടെ കിട്ടിയിട്ട് അത് ഇടാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ പൊന്നൂസ് മോണ്ടനും ദേ പള്ളിയിലെ ട്യൂഷന് മദ്രസ ട്യൂഷന് പോയേക്കുവാ. വരുമ്പം അടിപൊളി പൊന്നൂസിനെ ഓട്ടോ വരുമ്പോ ഇത് കാത്തിരിക്കുവാണ് കേട്ടോ. ഇത് കാത്തിരിക്കും നമ്മുടെ പൊന്നൂസും മോണ്ടനും. ഇത് കാണിച്ചിട്ട് സർപ്രൈസ് ആയിട്ട് ഇപ്പൊ കയറി വരുമ്പോൾ കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി എടുത്തോണ്ട് വന്നതാണ്. അടിപൊളി ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. ഇതാകുമ്പോ കളഞ്ഞും പോത്തില്ല. പിന്നെ ഇപ്പൊ അതൊക്കെ ഒരു ഫാഷൻ ആണല്ലോ മുത്തുമണി. പണ്ടൊക്കെ നമ്മൾ പാത്രം മേടിക്കുമ്പോൾ നമ്മുടെ അമ്മമാർ അതിനകത്ത് പേരെഴുതുമായിരുന്നു. അൽഹ ഫാത്തിമ. ഓക്കെ. സ്റ്റീൽ പാത്രം മേടിക്കുമ്പോഴേ ഹായ്. അപ്പൊ സ്റ്റീൽ പാത്രം മേടിക്കുമ്പോൾ നമ്മുടെ അമ്മമാര് അതില് പേരെഴുതുമായിരുന്നു പണ്ട് കളഞ്ഞു പോയിരിക്കാൻ. എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ. അടിപൊളി പാക്കിങ്ങും കാര്യങ്ങളുമാണ്, നല്ല അടിപൊളി പാക്കിങ്. ദേ ഇതിലും ഉണ്ട്. ഇത് നമുക്ക് സ്നാക്സ് ആയിട്ട് എടുക്കാം, കറി കൊണ്ടുപോകാം. ഇതേ കറി കൊണ്ടുപോകാൻ അതിനകത്ത് തന്നെ വേറൊരു കുഞ്ഞി പാത്രം കൂടെ ഉണ്ട്, അതിനകത്തും പേരുണ്ട്. അൽഹ ഫാത്തിമ. അപ്പോൾ എന്താ ഇത് എക്സ്ട്രാ ഒരു ക്ലിപ്പും കൂടി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അഥവാ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് പോയാൽ എക്സ്ട്രാ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഫോർക്കും വരുന്നുണ്ട്, ഒരു പെൻസിൽ ബോക്സും വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു ഫോർക്കും ഒരു സ്പൂണും കൂടി കാണിക്കട്ടെ. ഇതിൽ പേരില്ല. ഓ ഉണ്ട്, ആര് പറഞ്ഞു പേരില്ലെന്ന്? അയ്യോ കണ്ടോ, അതിൽ പേരില്ലെന്ന് പറഞ്ഞ് നമ്മളത് പുച്ഛിക്കാൻ പോയതാണ്. പക്ഷെ അല്ല കേട്ടോ, അണ്ണൻ ഷാദാണ് പുച്ഛിക്കാൻ പോയതാണ്. പക്ഷെ അതിൽ പേരുണ്ട്. അൽഹ ഫാത്തിമ. എക്സ്ട്രാ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള പാത്രമാണ്. ഇല്ല ഞാൻ ചുമ്മാ വെച്ചതാണ്. മോറൂട്ടനെ കൂടെ എടുക്കട്ടെ. നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ തന്നെ ആ ക്വാളിറ്റി അറിയാൻ പറ്റുന്നുണ്ട്. പെൻസിൽ ഇതാ പല കളേഴ്സിലുള്ള പെൻസിലാണ്. ഇതിനകത്ത് പേരില്ലല്ലോ. അൽഹ ഫാത്തിമ എവിടെയോ കണ്ടു. ദാണ്ടെ ഇപ്പം എല്ലാ പെൻസിലും ദേ പേര് വരുന്നുണ്ട്, അതേ കളറിൽ അടിപൊളിയായിട്ട്. ഇതൊക്കെയാണ് വെറൈറ്റി. ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഇഷ്ടപ്പെടും കേട്ടോ. കണ്ട അൽഹ ഫാത്തിമ അടിപൊളി. ഇത് നോക്കാം ബോട്ടിൽ. ഇതാണ് പൊന്നു ചോദിച്ചത്. നെയിൽ സ്ലിപ്പ് കാണുമോ? അതെ നെയിൽ സ്ലിപ്പ് ഉണ്ട് കേട്ടോ. പൊന്നൂസിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള അൽഹ ഫാത്തിമ. ഇനി പിന്നെ ഇതൊക്കെ എഴുതിയാൽ മതി, സബ്ജക്റ്റും ഡിവിഷനും ഒക്കെ. ഇത് തുറന്നാണ് ഇത് അവളെയാ. അതിലും പേര് രണ്ടു പേർക്കും കൂടെ മേളത്തെ തട്ടി പൊന്നൂന്റെയും താഴത്തെ തട്ടി മോൺകുട്ടന്റെയും. അത് ബോട്ടിലാണ്. അടിപൊളി. ഇപ്പൊ പൊന്നൂന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ പിങ്ക് കളർ.
ഞാൻ കളർ സെലക്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അവർ കളർ തരും നമുക്ക്, അതിൽ ഏത് കളർ വേണം ലഞ്ച് ബോക്സ്. സാധാരണ പെണ്ണുങ്ങൾക്കെല്ലാം ഇഷ്ടം പിങ്ക് ആണല്ലോ. കഴിഞ്ഞ വർഷത്തെ പൊന്നൂസിന്റെ പിങ്ക് ബാഗ്, അവർക്ക് പിങ്കും യെല്ലോയും ആണ്. എവിടെ ചെന്നാലും പിങ്ക് കളറിൽ കയറി പിടിക്കും കേട്ടോ. അപ്പോൾ കളർ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തതാണ്, പിങ്ക് കളർ പൊന്നൂന് സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. കുറേ കളേഴ്സ് ഉണ്ട്, അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതാണ്ടേ പൊന്നൂസ് അൽഹ ഫതുമാഴി പൊളി സാധനമാണ്. നല്ല ഫ്ലാസ്ക് ആണ് കേട്ടോ വരുന്നത്. ക്ലോസ് ഓപ്പൺ ക്ലോസ്. അതെ നെക്കുന്നതാണ്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല സ്പേസ് ഉണ്ട്. അടിപൊളി. പൊട്ടുന്ന സംഭവം അല്ല കേട്ടോ, സ്റ്റീലാണ്. കൊള്ളാം, അടിപൊളി. നമ്മുടെ മോനൂട്ടന്റെ കളർ ഏതായിരിക്കും? അണ്ണ ഒന്ന് ഗസ് ചെയ്ത് ഏത് കളറായിരിക്കും? നീലയായിരിക്കും. ആര് പറഞ്ഞു? കാരണം അവന് കൂടുതൽ എടുക്കാറുള്ള നീലയാ. ശരിയായിക്കോട്ടെ. പൊന്നൂസിന് പിങ്കും മോനക്കുട്ടന് നീല കളറും കേട്ടോ, സ്കൈ ബ്ലൂ കളറാണ്. എപ്പോഴും ബാഗ് എടുത്താലും ഒക്കെ അവൻ നീലയാണ് എടുക്കാറ്. അതുകൊണ്ട് തന്നെ കളർ സെലക്ട് ചെയ്തപ്പോ അതുപോലെ നിനക്ക് ഇഷ്ടപ്പെട്ട കളറല്ലേ? എനിക്ക് ഫേവറേറ്റ് കളറാണ് സ്കൈ ബ്ലൂ കേട്ടോ. ഇതാണ്ട് മോനക്കുട്ടന്റെ നെയ്റ്റ് സ്ലിപ്പ് വരുന്നുണ്ട്. പിന്നെ മോനൂട്ടന്റെ ആദം അതുപോലെ സെയിം തന്നെ ഫോർക്ക് കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടേ. ഇപ്പൊ ആള് വരുമ്പോ ഇതെല്ലാം തപ്പി നോക്കും. അവരുടെ ആ ഒരു സന്തോഷം ക്യാച്ച് ചെയ്യണം നമുക്ക്. മോനൂട്ടന്റെ ആ പല്ല് എടുത്തറിയുന്നു. ഒറ്റ പല്ല്. ഇപ്പൊ പക്ഷെ ഒരു പല്ലും കൂടെ വന്ന് അതുകൊണ്ട് ഇപ്പൊ വലിയ വൃത്തികേടില്ല. ഇപ്പൊ ഒരു പല്ലും കൂടെ ആയിട്ടുണ്ടായിട്ട്. നേരത്തെ ആ ഫോട്ടോ ഒക്കെ എടുത്ത സമയത്ത് ഒരു പല്ലേ ഉള്ളായിരുന്നു, ആ ഒറ്റ പല്ല്. പലരും കമന്റ് ഇടുവായിരുന്നു, എപ്പോഴും ചോദിക്കും എനിക്കെന്തോ ഇങ്ങനെ പല്ല് വന്നേ. ആൾക്ക് വിഷമവും ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, അവൻ കുഞ്ഞിലേ അവന്റെ പല്ലെല്ലാം അങ്ങനെ റൂട്ട് കനാൽ ചെയ്തും ഒക്കെ പോയതാണ്. ശരിയാവും, ശരിയാക്കി എടുക്കണം. അത് പെണ്ണൊക്കെ കിട്ടണ്ടേ അവന്. അതുകൊണ്ട് ശരിയാവണം, ആക്കിയേ പറ്റൂ. ഇത് ഞാനിങ്ങനെ തെളിച്ച് വെക്കുന്ന എന്തിനാന്ന് വെച്ചാല് ഇപ്പൊ വരും മദ്രസ ട്യൂഷൻ വിട്ട് വരാനുള്ള സമയമായി. അപ്പം അവ ഇവിടെ കിടന്ന് ബഹളം വെക്കണ്ട, അവളെ മാത്രം തൊളിച്ചു വെച്ചു, എന്റെ തൊളിച്ചു വെച്ചില്ല എന്ന് പറയും. എന്റെ ബോട്ടിൽ അതും അടിപൊളി ബോട്ടിൽ. ഓപ്പൺ ഇങ്ങനെ ആയിട്ട് കുടിക്കണം. ക്ലോസ്. ഇത്രേ ഉള്ളൂ. എല്ലാം സിസ്റ്റമാണ്. ദേവത്തുമണി മോനുകുട്ടയുടെ പെൻസിൽ ആദം. അപ്പൊ ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, അതെ അതെ അതെ, കഴിഞ്ഞ വട്ടം വാങ്ങിച്ചതും ഒരു ഇതില്ലായിരുന്നു. ഇത് തന്നെ അടിപൊളി. അതെ, ഇത് അപ്പൊ 2 കറി കൊടുത്തു വിടാമല്ലോ. എല്ലാ കാര്യങ്ങളും നമ്മൾ വാങ്ങിച്ചു മുത്തുമണീസ്. അപ്പം നമ്മുടെ ബാക്ക് ടു സ്കൂൾ കാര്യങ്ങളെല്ലാം സെറ്റായി. ഇനിയിപ്പോൾ നമ്മുടെ പൊന്നൂസ് മോണ്ടനും വന്നിട്ട് അവരുടെ ഒരു എക്സ്പ്രഷൻ കൂടെ എടുക്കാം കേട്ടോ. ഇത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതുകൂടെ എടുത്തതിന് ശേഷം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമേ. പൊന്നൂസ് മോണ്ടന് ഓടി വാ, ഒരു കാര്യമുണ്ട്. സർപ്രൈസ്. ആ വാ വാ, അതെ വാ 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 വാ. യോ യോ യോ, ഹായ്, എങ്ങനെയുണ്ട്? ആ അതാണ്, നോക്കൂ. അതാ പെരുന്നാൾ ഡ്രസ്സിന്റെ ഫോട്ടോ പൊന്നൂനും മോനുകുട്ടനും. നെയ് സ്ലിപ്പിലും ഫോട്ടോ ഉണ്ട് കണ്ടാ. പെൻസിലിൽ പേര് വരെ ഉണ്ട്. പെൻസിലിൽ നോക്ക്, ദാണ്ടേ അൽഹ ഫാത്തിമ. എല്ലാ പെൻസിലിലും കളറും ഉണ്ട്. ഇനി ഇത് തുറന്നു നോക്ക്, ഇത് തുറന്നു നോക്കിയേ. കണ്ടാ, സ്പൂണിലും ഫോർക്കിലും വരെ പേരുണ്ട്. ഹാപ്പി. എറൈസറിലെ പേരില്ല. എന്തുവാ ഇത്? ഓപ്പൺ ചെയ്യാൻ അറിയാമോ? ഓപ്പൺ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇങ്ങനെ നെക്കിയിട്ട് വേണം, അത്രേ ഉള്ളൂ. ഇനി ഇതൊക്കെ ചൂടുവെള്ളത്തിൽ കഴിവതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാവും. ഓക്കെ, എന്തായാലും രണ്ടുപേരും ഹാപ്പി ആയില്ലേ?
അപ്പം ഫ്രണ്ട്സിനോട് പറ നമ്മുടെ പിന്നെ ഷോപ്പിംഗ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ കഴിഞ്ഞെന്ന്. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ കഴിഞ്ഞ് ഇനി എന്റെ പുസ്തകത്തിൽ ഈ നെയിൽ സ്ലിപ്പ് ഒട്ടിക്കണം. അപ്പം മുത്തുമണി ടാറ്റാ.